ഹേ ഗൈസ്, അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ക്യാപ്കട്ട് ആപ്ലിക്കേഷനിൽ കുറെ അധികം നല്ല കിഡിലൻ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾ ഒരു എഡിറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ കിഡിലെ 3 അപ്ഡേറ്റ്സ് ആണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യുന്നത് പറയാൻ പോകുന്നത്. സോ നിങ്ങൾ ഒരു ക്യാപ്കട്ട് യൂസർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആകുന്ന 3 അപ്ഡേറ്റ്സ് ആണ്. സോ നിങ്ങൾ ഒരു ക്യാപ്കട്ട് യൂസർ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാപ്കട്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വന്ന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ നിങ്ങൾ അത് അവിടുന്ന് യൂസ് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ക്യാപ്കട്ട് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തായാലും ഒരു VPN യൂസ് ചെയ്തിരിക്കണം. സോ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഏതെങ്കിലും ഒരു VPN നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. സോ ഗൈസ്, അപ്പോൾ ഞാൻ ആദ്യം ഓൾറെഡി പറഞ്ഞു നമുക്ക് ക്യാപ്കട്ടിൽ എഫക്ട്സും കാര്യങ്ങളൊക്കെ കിട്ടാൻ VPN കണക്ട് ചെയ്യണം എന്നുള്ളത്. സോ VPN കണക്ട് ചെയ്തിട്ട് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ക്യാപ്കട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. സോ ഞാൻ ഇപ്പോൾ ഇവിടെ VPN കണക്ട് ചെയ്തിട്ട് ക്യാപ്കട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ ന്യൂ പ്രൊജക്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ദെൻ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഏത് ഫയലാണോ എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു സോങ് ഒക്കെ ഉള്ള ഫയൽ എടുക്കുക. എന്ന് പറഞ്ഞാൽ അത് ജസ്റ്റ് ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു സോങ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഫസ്റ്റത്തെ ഫീച്ചർ പറഞ്ഞാൽ നമ്മുടെ സോങ്ങിന്റെ, അതായത് ഒരു ഫുൾ സോങ്ങിന്റെ പാട്ടും, അതായത് മ്യൂസിക്കും പാട്ടും വന്ന് രണ്ടും രണ്ടായിട്ട് എടുക്കാൻ പറ്റും. ഇത് നമ്മൾ മുമ്പൊക്കെ ചെയ്തിരുന്നതെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ പോയിട്ടാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഓഡിയോ എഡിറ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ പോയിട്ട് അതിന്റെ ലിറിക്ക് വേറെ, അതുപോലെ അതിന്റെ മ്യൂസിക് വേറെ, ആ ഒരു രീതിക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാറുണ്ട്. സോ നമുക്കിതിപ്പോൾ ക്യാപ്കട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും. സോ അതെങ്ങനെ ചെയ്യല് വെച്ചാൽ നമ്മൾ ക്യാപ്കട്ട് ഓപ്പൺ ചെയ്തിട്ട് ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക. നമ്മൾ ആഡ് ചെയ്ത ആ ഒരു ലെയർ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഇതേപോലെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഐസൊലേറ്റ് വോയിസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നിട്ട് അത് ക്ലിക്ക് ചെയ്യുക. സോ ഇത് നിങ്ങൾ ലേറ്റസ്റ്റ് വേർഷൻ തന്നെ യൂസ് ചെയ്യണം. വേർഷന്റെ ലിങ്ക് വന്ന് ഞാൻ എൻ്റെ ബയോയിൽ കൊടുത്തിട്ടുണ്ട്, മീൻസ് എൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് 2 ഓപ്ഷൻ കാണാൻ സാധിക്കും, കീപ്പ് വോക്കൽ അല്ലെങ്കിൽ റിമൂവ് വോക്കൽ എന്നുള്ളത്. ഇതിൽ നമ്മൾ കീപ്പ് വോക്കൽ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുമ്പോൾ അപ്ലൈയിങ് വോക്കൽ ഐസൊലേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു പെർസെൻറ്റേജ് ഇതേപോലെ പോകുന്നതാണ്. സോ ഇതൊക്കെ കിട്ടാനാണ് ഞാൻ ഫസ്റ്റ് VPN കണക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്കിപ്പോൾ അത് പ്രോസസ്സായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കീപ്പ് വോക്കൽ എന്ന് പറയുമ്പോൾ നമുക്ക് അതിന്റെ ലിറിക്ക് മാത്രമായിട്ട് കിട്ടിയിട്ടുണ്ട്. അതായത് അതിൽ യൂസ് ചെയ്യുന്ന വയലിൻ, പിയാനോ, അതേപോലെ ഇൻസ്ട്രുമെന്റ്സിന്റെ ഒന്നും വോയിസ് ഉണ്ടാവില്ല. ജസ്റ്റ് ആ ഒരു ലിറിക്ക് മാത്രമായിട്ട് നമുക്ക് കറക്റ്റായി കിട്ടിയിട്ടുണ്ടാവും. ഇനി റിമൂവ് വോക്കൽ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു പാട്ട് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ട് എന്ത് ചെയ്യും, ആ ഒരു ഇൻസ്ട്രുമെന്റ്സിന്റെ വോയിസ് മാത്രമായിട്ട് കാണും. സോ ഇത് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. எண்ணமே உன்னால உள்ள பூந்தது தன்னால സോ നിങ്ങൾ ഓഡിയോ എഡിറ്റിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് സ്റ്റാറ്റസ് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓഡിയോ എഡിറ്റിംഗ് ഒക്കെ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി ഇതൊക്കെ ക്യാപ്കട്ടിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓൾറെഡി ക്യാപ്കട്ടിൽ മുമ്പേ തന്നെ ഇൻബിൽഡ് ആയിട്ട് കുറേ സൗണ്ട് എഫക്ട്സും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഉണ്ട്. സോ അതൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓഡിയോ എഡിറ്റ് ക്യാപ്കട്ടിൽ തന്നെ ഇനി ചെയ്യാൻ പറ്റും. സോ അടുത്തൊരു ഫീച്ചർ എന്ന് പറയുന്നത് AI സ്റ്റിക്കർ ആണ്. സോ അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യില്ല വെച്ചാൽ നമുക്കിവിടെ താഴെയായിട്ട് സ്റ്റിക്കേഴ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഇവിടെ നമുക്ക് ഇപ്പോൾ ഏറ്റവും തറ്റത്തായിട്ട് AI എന്ന് പറഞ്ഞൊരു ഫ്രീ എന്നുള്ളൊരു ഓപ്ഷൻ കാണിച്ചിട്ടുണ്ടാവും. അത് ജസ്റ്റ് ടാപ്പ് ചെയ്യുക. ആ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ ലോഡിംഗ് ആയിട്ട് വരും. സോ നമുക്ക് ഇവിടെ ലോഡിംഗ് ആയിട്ട് വരുമ്പോൾ തന്നെ ഇതേപോലെ ഒരു ഇന്റർഫേസ് ആയിരിക്കും വരിക. ഇവിടെ നമുക്ക് താഴെ പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്യാനുള്ള ഒരു കോളം കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇപ്പം ഷോ കേസ് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഷോ കേസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഇവർ കൊടുത്തിരിക്കുന്നത് എന്താ വെച്ചാൽ കുറേ അധികം പ്രോംപ്റ്റും കാര്യങ്ങളൊക്കെയാണ്. അതായത് ഇൻബിൽഡ് ആയിട്ട് തന്നെ കുറേ അധികം പ്രോംപ്റ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. എല്ലാം നിങ്ങൾക്ക് വേറെ ഫോട്ടോസ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്യാനും പറ്റും. സോ ഞാനിപ്പം ഇതിൽ ക്രിയേറ്റ് ചെയ്തതാണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണിക്കുന്നത്, പിങ്ക് ഹാർട്ട് ഷേപ്പ് ലോലിപോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പ്രോംപ്റ്റിൽ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒരു ക്യാറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. ഓക്കെ, ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒരു ക്യാറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ജനറേറ്റ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ ജനറേറ്റ് എന്ന് പറഞ്ഞൊരു കുറച്ച് ടൈം എടുക്കും. അതായത് നിങ്ങളുടെ നെറ്റിന്റെ സ്പീഡ്, VPN കണക്ഷൻ ഒക്കെ പോലെ ഇരിക്കും നിങ്ങളുടെ ഇത് ജനറേറ്റ് ആയി വരുന്ന സ്പീഡ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഇവിടെ കാറ്റിന്റെ ഫോട്ടോസ് ഇതേപോലെ ജനറേറ്റ് ആയി വന്നിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇതിനി നിങ്ങളുടെ വീഡിയോസിലൊക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. ഇപ്പോൾ കാറ്റ് എന്നല്ല, ഏത് വേണം നിങ്ങൾക്ക് ഇവിടുന്ന് സിമ്പിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് എൻഹാൻസ് വോയിസ് ആണ്. അതായത് നമുക്ക് ഇപ്പം സ്റ്റാറ്റസ് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നവർക്ക് അത്ര യൂസ്ഫുൾ ആവുമെന്ന് അറിയില്ല. അല്ലാതെ ടോക്കിംഗ് ഹെഡ് വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു എഡിറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തായാലും യൂസ്ഫുൾ ആവും. അതായത് നമ്മളെ നമ്മളെ ഓഡിയോസിലുള്ള ഗ്രെയിൻസ്, അതുപോലെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒക്കെ വളരെ സിമ്പിൾ ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ മുമ്പൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പല വെബ്സൈറ്റും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പൊ നമുക്കിത് ക്യാപ്കട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. നമ്മളെ ഒരു ലെയർ ആഡ് ചെയ്യുക, ഓഡിയോ ഉള്ള ഒരു ലെയർ ആഡ് ചെയ്യുക. പിന്നെ ആ ഒരു ലെയർ സെലക്ട് ചെയ്താൽ നമുക്കിവിടെ എൻഹാൻസ് വോയിസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് എൻഹാൻസ് വോയിസ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. സോ ഇപ്പൊ ഞാൻ പറയുന്നതെല്ലാം ക്യാപ്കട്ട് പ്രോയിലുള്ള കാര്യങ്ങളാണ്. ക്യാപ്കട്ട് പ്രോയിലാണ് ഈ ഒരു ഫീച്ചേഴ്സ് ഒക്കെ ഇപ്പൊ കറന്റ് വന്നിട്ടുള്ളത്. സോ ഇതിന്റെ ലിങ്ക് ഞാൻ ഓൾറെഡി എന്റെ വാട്സ്ആപ്പ് ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ലിങ്ക് വന്ന ഡിസ്ക്രിപ്ഷനിലുണ്ട്, നിങ്ങൾക്ക് അവിടെ പോയി ഡൗൺലോഡ് ചെയ്യാം. ഡയറക്റ്റ് ലിങ്ക് ആണ് കൊടുത്തിട്ടുള്ളത്. സോ ഇവിടെ നമുക്ക് എൻഹാൻസ് വോയിസ് പറഞ്ഞ ഒരു പെർസെന്റേജ് ഇതേപോലെ പോകുന്ന കാണാം. ഈ ഒരു പെർസെന്റേജ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കാണാൻ സാധിക്കും, നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒക്കെ പോയിട്ട് നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ഓഡിയോ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ നിങ്ങളൊരു വീഡിയോ എഡിറ്റർ ആണെങ്കിൽ നിങ്ങൾ ഇതുവരെ ക്യാപ്കട്ട് യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. ഏതൊരു എഡിറ്റർക്കും യൂസ്ഫുൾ ആകുന്ന രീതിയിൽ ഇന്റർഫേസ് കാര്യങ്ങളൊക്കെയാണ് ക്യാപ്കട്ടിൽ വരുന്നത്. സോ ഈ ഒരു 3 അപ്ഡേറ്റ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക. സോ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. സോ ബൈ.